നിങ്ങൾ എത്ര പേര് ഈ ന്യൂസ് കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞുതരാം. എനിക്കിത് പറയാനുള്ള മിസ്റ്റർ പൂക്കി എന്ന് വിളിപ്പേരുള്ള പൂക്കി CM നിങ്ങളടുത്താണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. പൂക്കി CM നിങ്ങളടുത്തൊരു കാര്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്, അല്ല വേറൊരാളെ പിടിച്ചിട്ട് അയാളെ പിടിച്ച് കണക്ട് ചെയ്തോ അല്ല കളിക്കേണ്ടത്. സോ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ 2018-ലും 2019-ലും പ്രളയം വന്നപ്പോൾ അപ്പോഴത്തെ CM ആയിരുന്ന പിണറായി വിജയൻ ഫുഡ് കഴിച്ചു, അതേപോലെ നിരാഹാര സമരം ഇരുന്നു എന്ന് താങ്കളുടെ അറിഞ്ഞുകൂടെന്ന് താങ്കൾ പറഞ്ഞു. അതല്ല താങ്കളുടെ അടുത്ത് ചോദിച്ചത്. താങ്കളുടെ അടുത്ത് ചോദിച്ച ഉത്തരത്തിന് മാത്രം താങ്കൾ റിപ്ലൈ പറ, അല്ലാതെ വേറൊരാളെ പിടിച്ചല്ലിടണ്ട. നിങ്ങൾ ഈ കാര്യങ്ങൾ, അതായത് ഈ ഉരുൾപൊട്ടലും ഈ മഴയും ഇതൊക്കെ ഭയങ്കര ഇതായി നിന്നപ്പം താങ്കൾ ഈ ന്യൂസൊക്കെ അറിയുന്നത് ഈവനിങ് 5 മണിക്കാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ 2018-ൽ പിണറായി വിജയൻ അപ്പം തന്നെ ഇപ്പോൾ സ്പോട്ടിൽ പോയി എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് പകുതി കൂടെ ഒരു പേരും താങ്കൾക്ക് വോട്ടിടാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും മണ്ണിൻ്റെ അടിയിലായിരിക്കുമായിരുന്നു. കുറച്ച് നിങ്ങൾ പറയുന്ന കാര്യം കുറച്ച് ലോജിക്കുള്ള കാര്യം പറ. നിങ്ങൾ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മലബാറിൽ പോയി അവിടെ ഫുഡ് കഴിക്കണം എന്ന് വെച്ചാൽ എന്നെ ഈ 3 മണിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ അവിടുത്തെ ആളുകളിൽ ഈ പ്രളയം വന്നെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു താങ്കൾ പറഞ്ഞു. ഇവിടുത്തെ കേരളത്തിലെ LKG പഠിക്കുന്ന ഒരു കൊച്ച് 8-9 മണിക്ക് തന്നെ അറിഞ്ഞുടക്കി ഉരുൾപൊട്ടലും പ്രളയം അതൊക്കെ മഴ ഇതൊക്കെ വന്നെന്നു. എന്നിട്ട് ഈ 14 ജില്ലയിലെ CM ആയ താങ്കൾക്ക് ഇതൊന്നും 5 മണിക്ക് അറിയാൻ പറ്റുള്ളൂ. കിട്ടില്ലാണ് ലോജിക്ക് വിഷയം. ഒരു പടം എടുക്കാൻ വേണം ഇതൊക്കെ വെച്ച്. എങ്ങനെ സാധിക്കണം നിങ്ങൾക്ക്? ചിലപ്പോൾ സോറി ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, കാരണം അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കാറിൽ പോകേണ്ട മലബാറിൻ്റെ കാറിൽ പോകേണ്ട സ്ഥലത്ത് നിങ്ങൾ ഹെലികോപ്റ്ററിൽ പോയി. ചിലപ്പോൾ കാറിൽ പോയി ഈ മഴയും മണ്ണിലിച്ചിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ടായിരിക്കും ഹെലികോപ്റ്ററിൽ പോയി. അയ്യോ സോറി, നിങ്ങൾ 5 മണിക്കാണല്ലോ അറിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സോറി നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളെ തീരുമാനിക്കട്ടെന്ന്. എനിക്കും അതാണ് പറയാനുള്ള. 5 വർഷമുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റണ പോലെ നല്ല കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുക, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചോ, പക്ഷെ നിങ്ങളെ വിശ്വസിച്ച് വോട്ടിട്ട ജനങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യണം കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. അതും പോട്ട്. വെളിച്ചമില്ല, യാതൊന്നുമില്ല. എന്തോനായി ഗവൺമെന്റ്? ഈ അമ്മേനെ അറിഞ്ഞോളാത്ത ആരുമില്ല. കാരണം അപ്പർ സൈഡ് പൂക്കി CM ഈ ലോജിക്കില്ലാതെ സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് കട്ട കോമ്പറ്റീഷനായിട്ട് ഈ അമ്മയാണ് നിൽക്കുന്നത്. എങ്കിലും എൻ്റെ പൊന്നു ബിജിലി, നീ പറയിപ്പിച്ച് കളഞ്ഞല്ലാടാ ഇതൊക്കെ. എത്ര പറഞ്ഞാലും ഒരു നാൾ സത്യം വെളി വരും. അതാണിപ്പം വന്നത്. ലൈക്ക്, ഷെയർ, ഫോളോ. 2018 വെള്ളം കയറിയപ്പോ അമ്മച്ചി ഉണ്ടായിരുന്നോ? 14 ദിവസം എന്തുവായിരുന്നു മോനെ, ഓണം പോലെ. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിനാ സാധനം ഇവിടെ കിടന്നത്. ഓരോ മനുഷ്യർക്ക് വാരിക്കൊടുക്കും. ഒന്നും എത്തിയില്ലല്ലോ. ഇഷ്ടം പോലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇവിടെ ഇട്ടായിരുന്നു. അല്ല, സ്പോൺസർ ചെയ്ത് ഓരോരുത്തർ കൊണ്ടുവരുമായിരുന്നു. എന്റെ മോക്കും പഞ്ചായത്തിൽ ജോലിയുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊന്ന് സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ എന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ട പറയണ്ട എന്ന് പറഞ്ഞത്. അരി അവളെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അക്ഷരം മിണ്ടരുത് തോന്നുന്നു. ഞാൻ പറയുമെന്നൊക്കെ അറിയാം, അറിയുമെന്നൊക്കെ അറിയാം.